പ്രതി ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനാണ്. മരിച്ച സുധാ ബേബിയുടെ അമ്മയും ഹൈക്കോടതിയിലെ ജീവനക്കാരിയായിരുന്നു. സുധാ ബേബിയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗത്തെ തുടർന്നാണ് കൊച്ചിയിലേക്ക് പിന്നെ അവർ താമസം മാറുകയും കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചിട്ട് സുധാ ബേബി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ആ ഒരു വാർത്ത കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ടായിരുന്നു അവരുടെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കൊലപാതകം നടത്തിയത് ഇവരുമായിട്ട് റിലേഷനിലായിരുന്ന ഷാജി എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഷാജിക്ക് ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഇതൊന്നും അവൻ ആലോചിക്കാതെയാണ് ഇവൻ അവിഹിത ബന്ധത്തിലോട്ട് എടുത്തു ചാടിയത്. ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ കോമഡിയാണ്. അതായത് ഈ പറയുന്ന ഷാജി ഹൈക്കോടതിയിലെ ജീവനക്കാരനാണ്. ഈ മരിച്ചുപോയ സുധാ ബേബിയുടെ അമ്മ ഹൈക്കോടതിയിലെ ജീവനക്കാരിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അതുവഴിയാണ് ഈ പറയുന്ന സുധാ ബേബിയിലേക്ക് എത്തുന്നതും ഇപ്പം എന്താണ്ട് ഇങ്ങനെ വന്ന് അവസാനിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. ഈ പ്രതി ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനാണ്. മരിച്ച സുധാ ബേബിയുടെ അമ്മയും ഹൈക്കോടതിയിലെ ജീവനക്കാരിയായിരുന്നു. സുധാ ബേബിയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗത്തെ തുടർന്നാണ് കൊച്ചിയിലേക്ക് പിന്നെ അവർ താമസം മാറുകയും ഈ സുധാ ബേബിയുടെ അമ്മയും ഈ ഷാജിയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദമാണ് പിന്നീട് സുധാ ബേബിയും അവിഹിത ബന്ധത്തിലോട്ട് പോയിരിക്കുന്നത്. ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള അവിഹിത ബന്ധത്തിലോട്ടൊക്കെ ചെന്ന് ചാടി കഴിയുമ്പം ഇതൊക്കെയായിരിക്കും ഇതിൻ്റെയൊക്കെ അവസാനം. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ആ ഒരു സ്ത്രീയുടെ പുറകെ നടക്കുമായിരുന്നു. എന്നാൽ ആ ഒരു സ്ത്രീക്ക് താല്പര്യമില്ല. ആ സ്ത്രീ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവന് കുടുംബവും കുട്ടികളെ പറ്റിയിട്ടൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഇവൻ എന്തിന് ഈ ഒരു അവിഹിത ബന്ധത്തിലോട്ട് എടുത്ത് ചാടണം? ഇവൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞിട്ട് ഇവൻ ഈ ബന്ധത്തിലൂടെ താല്പര്യമില്ല, ഈ റിലേഷൻ വേണ്ടെന്നും പറഞ്ഞിട്ട് ആ സ്ത്രീയെ കടന്ന് അവൻ നിർബന്ധിക്കുമായിരുന്നു. അവസാനം ആ സ്ത്രീ പിന്മാറില്ല എന്ന് ഉറപ്പ് വന്ന സമയത്താണ് ഇവൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്തുവാടെ ശരിക്കും പറഞ്ഞത്, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. അതായത് ഈ അവിഹിത ബന്ധത്തെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാത്തിൻ്റെ അവസാനം കൊലപാതകമായിരിക്കും. ഈ പ്രതി ഷാജിയുമായി ഉണ്ടായത്. പിന്നീട് അവരുടെ സൗഹൃദം മറ്റൊരു തരത്തിലേക്ക് പോവുകയും ഷാജി വിവാഹിതനും കുട്ടികളുമുണ്ട്. സുധാ ബേബി വിവാഹമോചിതയായി നിൽക്കുന്നൊരു സ്ത്രീയാണ്. അത്തരത്തിൽ ഇവരുടെ ബന്ധം വഷളാവുകയും പിന്നീട് ഇവരുടെ ബന്ധത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ്. ഈ ഇത്തരത്തിലൊക്കെയുള്ള ബന്ധത്തിലോട്ടൊക്കെ പോകുമ്പം സ്ത്രീകളും ചിന്തിക്കുക, കാണുന്നതെല്ലാം നല്ലതാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവരെല്ലാവരും അടുത്ത് കൂടുന്നത് പല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിലേക്ക് ചുറ്റിപ്പറ്റി വരുന്നത്, പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ മെഹനാസിൻ്റെയും സഫയുടെയും ഒരു ഇഷ്യൂ ഈ അടുത്ത് നടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ആ വിഷയത്തിൽ ഈ മെഹനാസ് എന്ന് പറയുന്ന ഒരുത്തൻ കള്ളനാണ് എന്ന് ലോകം മുഴുവനും പറഞ്ഞതാണ്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പുതിയതായിട്ട് ഒരു പെൺകുട്ടി അവൻ്റെ ലൈഫിലോട്ട് കയറി വന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഈ ഇൻ്റർവ്യൂസിനകത്തൊക്കെ ആ ഒരു പെൺകുട്ടി ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ സ്ത്രീകളൊക്കെ എടുത്ത് ചാടുമ്പോഴത്തേക്ക് ആലോചിക്കുക. കാര്യം ഈ ഒരു സുധാ ബേബി എന്ന് പറയുന്നത് ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, അയാൾക്ക് 2 മക്കളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവർക്കറിയാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ വായി നോക്കിയുടെയൊക്കെ പുറകെ പോകുന്നത്. സുധാ ബേബിയെ കൊലപ്പെടുത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നായിരുന്നു ഷാജി പറഞ്ഞത്. ഇതിന് ഇന്നലെ തന്നെ പോലീസ് CCTV അടക്കം ശേഖരിച്ചിരുന്നു. ആ റെയിൽവേ ഷാജി പറയുന്ന മൊഴി എന്ന് പറയുന്നത് തന്റെ കുടുംബം തകർക്കുമെന്നതടക്കം പറഞ്ഞ് യുവതി അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ്. തൻ്റെ കുടുംബം തകർക്കും എന്നും പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ടോർച്ചർ ചെയ്യുമായിരുന്നെന്ന്. ഇവൻ പിന്നെ എന്തിന് ഈ ഒരു ബന്ധത്തിന് പോയി? ഇവനെ കണ്ടാലേ അറിഞ്ഞൂടെ കള്ളനാണെന്ന്. അവൻ മുഖത്ത് മാസ്ക് ഇട്ടുകൊണ്ട് പോയേക്കുന്നത്. ഇതിൻ്റെയൊക്കെ മാസ്ക് ഒക്കെ വലിച്ചു കയറി കളയണം. ഈ കള്ളനും കൊലപാതകളും ഒക്കെ ഉണ്ടല്ലോ, ഈ മുഖം മറച്ചിട്ട് ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വരുന്നത് സത്യം പറഞ്ഞ പോലീസുകാരാണ് അത് തടയേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവൻ ഈ ഒരു തെമ്മാടത്തരം ചെയ്യാൻ കൊള്ളാവോ? ഇവൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മകളാണ് ഈ പറയുന്ന സുധാ ബേബി എന്ന് പറയുന്നത്. ഇവൻ ഈ ഒരു തെമ്മാടത്തരത്തിന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ സംഭവ ദിവസം അവിടെ നടന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നേരത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കിട്ടിയിരുന്നു. ഷാജിക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള റോൾ ഉണ്ട് എന്ന് വ്യക്തമായിരുന്നു. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഇത് യവൻ മാത്രമാണോ ഈ ഒരു കൃത്യം നടത്തിയെന്നാണ് ഇവിടെ ആദ്യം അന്വേഷിക്കേണ്ടത്. ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് സാധിക്കുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അവിടെ പരിസരവാസികളൊക്കെ ഒരുപാട് പേര് പറയുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അവസാനം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം ജയിലിലെ ശമ്പളം നിങ്ങൾക്കറിയാമല്ലോ. ജയിലിൽ ചെന്നിട്ട് കുറച്ച് നാൾ തിന്നും കുടിച്ച് അതിനകത്ത് കിടക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പൈസയും കിട്ടും. 550 രൂപയും കണ്ട് സാലറി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താ വേണം? പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ളൊരു പൈസയായിട്ടായിരിക്കും വരുന്നത്. അതും പോട്ട് ഈ കൊലപാതകൾക്കൊക്കെ ജാമ്യം കൊടുക്കുന്നതാണ് അതിലും വലിയ കോമഡി.
ചെന്താമര എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. ആ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അവന് കൊലക്കുറ്റത്തിനകത്ത് പോയിട്ട് അവൻ പരോളിനിറങ്ങി വന്നിട്ടായിരുന്നു അവൻ അടുത്ത കൊലപാതകവും നടത്തിയത്. അപ്പം ഇതൊന്നും വലിയ കാര്യമല്ല, മനസ്സിലായില്ലേ? ഇപ്പം ഈ 1-2 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. വസ്ത്രത്തിൽ രക്തക്കറയില്ല, പക്ഷേ അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ രക്തക്കറയുണ്ട്. ഇതടക്കം പോലീസ് നോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവർ തമ്മിൽ കഴിഞ്ഞ കുറെ നാളുകളായി സൗഹൃദത്തിലായിരുന്നു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉണ്ടാകുന്നത്. എന്തായാലും പോലീസ് കഴിഞ്ഞ വളരെ നാളുകളായിട്ടുള്ള സൗഹൃദങ്ങളായിരുന്നു എന്ന് ഇതൊക്കെ അന്നേ ചിന്തിക്കണം. ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു സ്ത്രീയും ചിന്തിക്കണമായിരുന്നു. ഈ പൗരത്തിന് ഒരു ബന്ധത്തിനകത്തോട്ട് താല്പര്യമില്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത്. ഇവൻ കള്ളനാണെന്നും ചതിയനാണെന്നും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയൊക്കെ ഇവൻ്റെയൊക്കെ പുറകിൽ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിൽ അറിയിപ്പിക്കണമായിരുന്നു, ഇവൻ നിങ്ങളെ ഒരു ചതിക്കുഴിയിൽ പെടുത്തിയതാണ് എന്ന്. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളുടെ 2 പേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അവിഹിത ബന്ധത്തിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചു, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ചില ഉത്തരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവർ തമ്മിൽ വർഷങ്ങൾ നീണ്ട ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ സുധാ ബേബി തയ്യാറായിരുന്നു. വർഷങ്ങൾ നീണ്ട ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ മേ ബി ഈ ഒരു സ്ത്രീ ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ ബന്ധം ഉണ്ടായിരിക്കുന്നതായിരിക്കാം മേ ബി. അതും ആർക്കും അറിയാൻ പറ്റത്തില്ല. എന്തായാലും പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ടുണ്ടല്ലോ, അന്നേരം ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരത്തുള്ളൂ. എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അതും പോരാത്തതിന് ഈ പറയുന്ന ഈ ഒരു സ്ത്രീയുടെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അമ്മയ്ക്ക് ഇപ്പം കുറച്ച് നാളായിട്ട് ക്യാൻസർ ആയിട്ടുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിൻ്റെ വ്യക്തത ഇപ്പം നിലവിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ കുടുംബത്തിൽ ഇനി ആരുണ്ട് ഇല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. ഇത്തരത്തിലൊക്കെയുള്ള കാര്യത്തിനകത്തോട്ടൊക്കെ ഇറങ്ങി തിരിക്കുമ്പം, അതായത് നീയൊക്കെ ചിന്തിക്കുക, അല്പനേരത്തെ ആശ്വാസത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ പ്രതികാരം എന്നോണമാണ് സുധാ ബേബിയെ കൊലപ്പെടുത്തിയത് എന്നതാണ് പോലീസ് എത്തിച്ചേർന്ന നിഗമനം. എങ്ങനെ കൊന്നു എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ പോലീസിന് മുന്നിലുള്ള ചില സംശയങ്ങൾ ഇവയായിരുന്നു. വലിയ രീതിയിലുള്ള പരിക്കുകൾ സുധാ ബേബിയുടെ ശരീരത്തുണ്ടായിരുന്നില്ല, മുഖത്ത് ഉണ്ടായ ചില പരിക്കുകൾ മാത്രമായിരുന്നു. അതെ, നമ്മൾ പ്രതിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിമാൻഡ് ചെയ്യും. മോട്ടീവ് ഒരുപാട് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രതിയുടെ ഫാമിലി ബന്ധത്തിനെ അഫക്റ്റ് ചെയ്യും. അയ്യോ, ഫാമിലി ബന്ധത്തെ അഫക്റ്റ് ചെയ്യുമെന്ന് ഇതിന് നാണോമാനോ ഉണ്ടോ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ? അങ്ങനെ ഫാമിലി ബന്ധത്തെ അഫക്റ്റ് ചെയ്യുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇവൻ എന്തിനിങ്ങനെയുള്ളൊരു പ്രവർത്തിക്ക് ഇറങ്ങി തിരിച്ചു? ആ ഒരു കുട്ടികളുടെയും ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്കിനി ആരുണ്ട്? അവർ ഈ കള്ളനെ വിശ്വസിച്ചല്ലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതായത് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഫാമിലി നഷ്ടപ്പെടുമെന്ന് ഇവന് പേടിയായി. അപ്പോഴത്തേക്ക് വേറെ നിവൃത്തിയില്ലാതെയായി. അങ്ങനെ ഏത് കൂട്ടിയ പരിപാടിയാണ് എന്നുള്ള നിലയ്ക്ക് വന്നപ്പം ഇദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ഒഴിവാക്കി ചെയ്തു. തെളിവുകളെല്ലാം ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഷർട്ടൊക്കെ? അതെ, ഷർട്ടും ബാക്കി ബ്ലഡ് സ്റ്റെയിൻ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സീൻ ഓഫ് ക്രൈമിൽ ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിനും ബാക്കി വെഹിക്കിൾ അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തിന് വിശ്വസിച്ച് ഇവന്റെ കൂടെ ഈ ഒറ്റയ്ക്ക് ഈ റെയിൽവേ ട്രാക്കിലോട്ട് പോകണം? ഇവൻ എന്ത് പറഞ്ഞിട്ടായിരിക്കും ഇവൻ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു കാര്യമില്ലാതെ പാതിരാത്രിക്ക് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് 2 പേരും കൂടെ നടന്നു പോകുമോ? ഒരിക്കലുമില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ കാര്യമുണ്ട്. അതായത് ഓൾറെഡി ആ ഒരു സ്ത്രീയുടെ ഉള്ളിലുണ്ട് ഇവൻ എങ്ങനെങ്കിലും എന്നെ ഒഴിച്ചു വിടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ ഇവൻ്റെ കൂടെ റെയിൽവേ ട്രാക്കിലോട്ടൊക്കെ പോകണമെന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ? എന്തുകൂടെ അത്രയ്ക്ക് ബോധമില്ലേ? ഇവിടെ വെച്ചാണ് ഇവിടെ അവരിവിടെ ഡിസ്കഷന് വേണ്ടി വന്നതാണ്. ഇവർ ഇടയ്ക്ക് ഇങ്ങനെ മീറ്റപ്പ് ചെയ്യുന്നതാണ്. 2-3 months ഇവർ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി വന്നതാണ്. ആ ആർഗ്യുമെന്റ്സ് അവിടെ നിന്ന് ഉച്ചയ്ക്കാണ് പോകുന്നത്. നേരെ ഇങ്ങോട്ട് വരികയാണോ തൃപ്പൂണിത്തുറ ഹോൾഡ് ചെയ്ത്? ഇവിടെ വന്ന് കാറിൽ കയറി ഇവിടെ കറങ്ങാൻ വന്നു എന്നാണ് പറഞ്ഞത്. ഇയാൾ മാത്രം തന്നെയാണോ പ്രതി, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും റോള്? ഇല്ല, ഇയാൾ മാത്രമാണ്. ഡിസ്കഷന് വേണ്ടിയിട്ടാണ് റെയിൽവേ ട്രാക്കിലോട്ട് പോകുന്നത്. കൊള്ളാം. എന്തായാലും ഇവൻ വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നു ഓൾറെഡി. ഇവൻ്റെ കയ്യിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇവൻ ആ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ടായിരുന്നു ആ ഒരു ബോഡി മറച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടെ നമ്മളുടെ എല്ലാവരുടെയും ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാതിരാത്രിയൊക്കെ എന്തുവാണ് ശരിക്കും പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാനുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തരം ഡിസ്കഷനാണ് എന്ന്.
എന്തായാലും ഈ പോലീസുകാർ അന്വേഷിക്കട്ടെ. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.